ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ രോഹിത് പതിയെ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. കാല് നന്നായിട്ട് രോഹിത്തിന് വേദനിക്കുന്നുണ്ട്. അന്നേരം അതുവഴി വരുന്ന 2-3 ബൈക്കുകൾക്ക് രോഹിത് കൈ കാണിക്കുകയാണ്, ഒരു ലിഫ്റ്റ് തരുമോ എന്നും പറഞ്ഞു. പക്ഷെ അവരാരും നിർത്തുന്നില്ല. തുടർന്ന് പുറകെ ഒരു സ്കോർപിയോ വണ്ടി ഇങ്ങനെ സ്പീഡിന് വന്നിട്ട് രോഹിത്തിൻ്റെ പുറകെ ആയിട്ട് നിർത്തുകയാണ്. അതിൽ നിന്നും 2-3 ഗുണ്ടകൾ ഇങ്ങനെ ചാടി ഇറങ്ങിയിട്ട് വാ വണ്ടിയിലോട്ട് കയറ്, നടന്നു പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ നടന്നോളാന്ന് പറയുമ്പോൾ അതിലൊരാൾ രോഹിത്തിൻ്റെ തോളിലേക്ക് പിടിക്കുകയാണ്. അന്നേരം കൂടെ നിന്ന വേറൊരാൾ ഇങ്ങനെ പുറകിൽ നിന്നും കത്തിയെടുത്ത് ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ആ രോഹിത്തിൻ്റെ തോളിൽ പിടിച്ച ആൾ ആ ഒരു കൈ കൊണ്ട് കത്തി ഇങ്ങനെ വയറ്റത്തേക്ക് കാട്ടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചാവിൽ നിന്നും എഴുന്നേറ്റ് വന്നതാണ്, നീ എന്ന് ഓർമ്മ വേണം. പിച്ചാത്തി പിടിയിൽ പെട്ടാൽ പിന്നെ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. വന്ന് വണ്ടിയിലോട്ട് കയറുന്നതാണ് നിനക്ക് നല്ലത്. പഞ്ചകൈലാസത്തിലെ കഥയൊക്കെ പറഞ്ഞ് നമുക്കങ്ങ് പോകാം എന്ന് പറയുമ്പോൾ രോഹിത് അങ്ങ് ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ബലമായിട്ട് അവർ പിടിച്ച് വണ്ടിയിലേക്കിട്ട് രോഹിത്തിനെ കൊണ്ടുപോവുകയാണ്. അന്നേരം എന്നെ എന്തിനാ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, വിട് എന്നൊക്കെ രോഹിത് വിളിക്കുന്നുണ്ടെങ്കിലും രോഹിത്തിൻ്റെ ആ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അവരുടെ തടുത്ത് നിൽക്കാനായിട്ട് രോഹിത്തിന് സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് വഴിയറിയാം. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് ശാരദാമ്മ എവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്. കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. തുടർന്ന് ശ്യാമയെന്ന് ഉമ്മറത്തേക്ക് വന്നിരുന്നിട്ട് നീട്ടി വിളിക്കുകയാണ്. അതേസമയം ശാരികയാണെങ്കിൽ അകത്ത് കട്ടിലിരിക്കുകയാണ്. ശാലിനി വന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ശ്യാമയെ വിളിക്കുന്നത് കേൾക്കുന്നത്. തുടർന്ന് ശ്യാമ എന്താ അമ്മയെന്ന് പറഞ്ഞു വരുമ്പോൾ ഇങ്ങോട്ട് വാന്ന് വിളിക്കുകയാണ്. തുടർന്ന് ശാരികയും ആ ജനലിൽ കൂടി നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. അന്നേരം കയ്യിലിരുന്ന ഒരു കവർ, അതിൽ നിന്ന് ഒരു ചുരിദാറാണ്, അതെടുത്ത് ശ്യാമയ്ക്ക് നേരെ നീട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആതിരയുടെ കടയിൽ നീ തയ്ക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നില്ലേ, അതാണ്, ഇട്ട് നോക്ക്, കൊള്ളാമോ നോക്കെന്നൊക്കെ പറയുകയാണ്. അന്നേരം നല്ല കളർ, അമ്മ ഇതിപ്പോൾ വാങ്ങിച്ചു, എനിക്കിഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് 21-ാം തീയതിയോ മറ്റോ പെൺകുട്ടികളുടെ ദിനമായിട്ട് ആഘോഷിക്കുന്നു, കോളേജിൽ ഇട്ടുപോകാൻ പുതിയതൊന്നും ഇല്ല എന്ന്. അന്നേരം അത് ശരിയല്ലേ, എല്ലാം പിന്നെ പോയി എന്നൊക്കെ ശ്യാമ പറയുകയാണ്. ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞാൽ ചുരിദാർ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വച്ച് നോക്കുകയും അതിലേക്ക് ഉമ്മ വയ്ക്കുകയും ആകെ സന്തോഷത്തിലാണ് ശ്യാമ. അന്നേരം ഇതൊക്കെ ശാരിക ജനൽ കൂടി നിന്ന് കാണുകയാണ്. ശാരിക അതൊക്കെ കാണുമ്പോൾ ശാരികയ്ക്കും അങ്ങ് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ശാരികേച്ചിക്ക് ഒന്നും വാങ്ങിയില്ലേ എന്ന് ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, വീട്ടിലും ഹോട്ടലിലും ഒക്കെ ആയിട്ടിരിക്കുന്ന അവൾക്ക് എന്തിനാ പുതിയത്, വെറുതെ കരിയും പുകയും ഒക്കെ കൊള്ളിക്കാനോ, നീ അല്ലേ പുറത്തേക്കൊക്കെ പോകുന്നത്, അപ്പം മോൾക്ക് മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമയുടെ മുഖമങ്ങ് വല്ലാതാകുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് ശാരികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ശ്യാമ വെച്ച് നോക്കുമ്പോഴൊക്കെ ശാരികയുടെ മനസ്സിൽ സന്തോഷമാണ്, തനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേ ശാരദാമ്മ പറഞ്ഞത് കേൾക്കുമ്പോൾ ശാരിക ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് കട്ടിലേക്ക് പോയിരിക്കും. തുടർന്ന് ശ്യാമയോട് ശാരദാമ്മ പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയി ഇട്ട് നോക്ക്, നേരെ തച്ചില്ലെങ്കിൽ പാകമല്ലെങ്കിൽ അതിനിടെ കൊടുത്ത് മാറ്റി തയ്ക്കണം, ഇട്ട് നോക്കെന്ന്. തുടർന്ന് ശ്യാമ അത് ഇടാനായിട്ടങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാരികയുടെ മുറിയിലേക്ക് ശാരദാമ്മ വരികയാണ്. കയ്യിലൊരു സാരിയുണ്ട്. എന്നിട്ട് അത് ശാരികയ്ക്ക് നേരെ നീട്ടുകയാണ്. അതാ മോളെ, ഒരു സാരിയാണ്, പുതിയതൊന്നുമല്ല, ശാലിനിയുടേതാണ്, അവൾ ആദ്യമായിട്ട് ഉടുത്ത സാരിയാണ്. ഇത് ഉടുത്തുകൊണ്ടാണ് അവൾ ഡിഗ്രി പരീക്ഷ എഴുതാനായിട്ട് പോയത്. ഇത് അവൾക്ക് ഭാഗ്യമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ആദ്യത്തെ 10 റാങ്കിലൊന്നും അവൾക്ക് കിട്ടി, ഇനി ഇത് മോൾക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അത് നീട്ടുകയാണ്. അന്നേരം ശാരികയുടെ മുഖം ദേഷ്യവും വല്ലാതെയൊക്കെ ആവുകയാണ്. എന്നിട്ടത് ശാരിക വാങ്ങുന്നുണ്ട്. പക്ഷേ അന്നേരം മോൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ, ഇതെടുത്തുകൊണ്ട് ഞാൻ എന്തായാലും ഡിഗ്രി പരീക്ഷ എഴുതാനും റാങ്ക് വാങ്ങാനും ഒന്നും പോകുന്നില്ല, 10ന് മുമ്പേ പഠിത്തം നിർത്തിയിട്ട് അമ്മയോടൊപ്പം ഹോട്ടലിലേക്ക് ഇറങ്ങിയതല്ലേ, എനിക്ക് എന്തിനാ അമ്മ ഈ സാരിയൊക്കെ, പൊടി പിടിച്ചിരുന്നതൊക്കെ ശാരികയ്ക്കല്ലേ, എൻ്റെ അവസ്ഥയും ജീവിതവും ഒക്കെ ഇനി അങ്ങനെയല്ലേ ചേരുകയുള്ളൂ, കരിയും പുകയും ഒക്കെ കൊള്ളിക്കാനായിട്ട് എനിക്ക് എന്തിനാ ഈ ഹോട്ടലിലും വീട്ടിലും ഒക്കെ നടക്കുന്ന, എനിക്ക് എന്തിനാ സാരി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മ അങ്ങ് വല്ലാതാവുകയാണ്. അന്നേരം മോളെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് തോളിൽ പിടിക്കുമ്പോൾ അമ്മയൊന്ന് പോയെന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും മോളെന്നും പറഞ്ഞങ്ങ് ശാരദാമ്മ അങ്ങ് വിഷമമാവുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. അന്നേരം ഒന്ന് പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുകയാണ്, തടുത്ത് കാണിക്കുകയാണ്. തുടർന്ന് വിഷമത്തോടെ ശാരദാമ്മ അങ്ങ് പോകുന്നുണ്ട് ആ റൂമിൽ നിന്ന്. തുടർന്ന് ശാരദാമ്മ വീണ്ടും ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ ശ്യാമ ഓടി വരികയാണ് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട്. അമ്മയെ കൊള്ളാമോ നോക്കിയെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ മുമ്പിൽ നിന്ന് വട്ടമൊക്കെ കറങ്ങുകയാണ്. അന്നേരം ഒന്ന് പോവണേ എന്ന ദേഷ്യത്തോടെ ശാരദാമ്മ പറയുകയാണ്. ശാരികയുടെ പെരുമാറ്റത്തിലാണ് ശാരദാമ്മ അങ്ങനെ പറയുന്നത്. അന്നേരം ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് ശ്യാമ തിരക്കുകയാണ്. അന്നേരം ബാക്കിയുള്ളവർ ചങ്ക് വെള്ളമാക്കിയാണ് ഓരോന്ന് സോരി കൂട്ടിക്കൊണ്ടുവരുന്നത്. പക്ഷെ മനസ്സമാധാനം ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കെന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശാരദാമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഇതെന്താ സംഭവം എന്നും പറഞ്ഞ് ശ്യാമ നിൽക്കുകയാണ്. പക്ഷേ ശ്യാമ അതത്ര കാര്യമാക്കുന്നില്ല. കിട്ടിയ ചുരിദാറും അതൊന്നുകൂടിയൊക്കെ നോക്കി അവിടെ നിന്ന് വട്ടം കറങ്ങുകയൊക്കെ ചെയ്യുകയാണ് ശ്യാമ.
തുടർന്ന് ആകെ ദേഷ്യം കൊണ്ടങ്ങ് തിളയ്ക്കുന്ന ശാരികയാണെങ്കിൽ ആ സാരിയുമായിട്ട് മുറ്റത്തേക്ക് വരികയാണ്. മറ്റേ ഒരു കയ്യിൽ ഒരു ക്യാനിൽ മണ്ണെണ്ണയുമുണ്ട്. എന്നിട്ട് ആ സാരി അങ്ങ് മുറ്റത്തേക്ക് ഇട്ടിട്ട് മണ്ണെണ്ണ സാരിയിലേക്ക് ഒഴിച്ചങ്ങ് കത്തിക്കുകയാണ്. എന്തോ ഒരു ദേഷ്യവും വാശിയും അഹങ്കാരത്തോടുകൂടി ഒക്കെയാണ് അത് ചെയ്യുന്നത്. തുടർന്ന് ആ സാരി ഇങ്ങനെ കത്തി അമരുമ്പോൾ ആ തീജ്വാലയിൽ ശാലിനിയുടെ മുഖമാണ്, കരയുന്ന ശാലിനിയുടെ മുഖമാണ് ശാരിക കാണുന്നത്. പിന്നെ നിന്റെ പഠിപ്പിനും ശാലിനി, നിന്റെ പഠിപ്പിനും നിന്റെ കളക്ടറാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ശാരിക പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് അടുക്കളയിലേക്ക് ചേക്കേറിയത്. എന്നിട്ടിപ്പോൾ നിനക്കും എന്നെ വേണ്ട, നീ വലിയ കളക്ടറൊക്കെ ആയിട്ട് വരുമ്പോൾ നിന്റെ പൊടി പിടിച്ച മാറാല പിടിച്ച സാരി എനിക്കല്ലേ, എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ തീജ്വാലയിൽ ശാലിനിയുടെ മുഖം സങ്കല്പിച്ചിട്ട് ശാരി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ മാത്രമല്ല മക്കളോട് വേർതിരിവ് കാണിക്കുന്ന അമ്മയ്ക്കും എൻ്റെ വില എന്താണെന്ന് ഞാൻ കാട്ടിത്തരും എന്ന് പറഞ്ഞിട്ട് ആ കത്തുന്ന തീ ഇങ്ങനെ അങ്ങ് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ശാരിക. പക്ഷെ അതാരും കാണുന്നില്ല. തീ കത്തിക്കുന്നതും ആ സീനും ഒന്നും ശാരദാമ്മയോ ശ്യാമയോ കാണുന്നില്ല. തുടർന്ന് ആ രാത്രി തന്നെ ജയിലിൽ കിടക്കുന്ന സുസ്മിതയെ ഒരൊറ്റ സീനിൽ കാണിക്കുന്നുണ്ട്. ആകെ ദേഷ്യത്തിലും വാശിയിലും ഒക്കെയാണ് സുസ്മിത. ദേഷ്യത്തോടെ സെല്ലിലങ്ങ് കമ്പികളിലങ്ങ് ഇറുക്കി പിടിക്കുകയും പല്ല് കടിച്ചു പിടിക്കുകയും ഒക്കെ അങ്ങനെ കാണിക്കുന്നു സുസ്മിതയെ. പക്ഷെ സംസാരമൊന്നുമില്ല. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീടാണ്. അവിടെ പത്രോസ്, ആൻ്റപ്പൻ മുതലാളി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനുമായിട്ട് വന്നിരിക്കുകയാണ്. പേര് പറയുമ്പോൾ സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ഇരിക്കാനൊക്കെ പറയുകയാണ്. പക്ഷേ വളരെ എളിമയും വിനയവും ഒക്കെയാണ് ഈ ആൻ്റപ്പൻ മുതലാളിക്ക്. തുടർന്ന് നിർബന്ധിച്ചൊക്കെ ഇരുത്തുകയാണ്. അന്നേരം വന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പത്രോസ് കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. ആൻ്റപ്പന് ഈ വൈദ്യുതി ഉപകരണങ്ങളുടെ വിതരണമാണെന്ന് പറയുമ്പോൾ മലയാളത്തിലെ പത്രോസ് സംസാരിക്കുകയുള്ളൂ. അന്നേരം എന്താണ് ആൻ്റപ്പൻ മുതലാളി തിരുത്തി പറയുന്നുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ ചൈനയിൽ നിന്നുമൊക്കെയുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് കടൽ മാർഗം കൊണ്ടുവരികയാണ്. അപ്പോൾ അതാകുമ്പോൾ ടാക്സ് ഒക്കെ കുറേ അടച്ചാൽ മതിയല്ലോ. അതിന് 4-5 കോടി രൂപയൊക്കെ ചിലവാകും. അപ്പോൾ അത് കടൽ മാർഗം കൊണ്ടുവരും, കണ്ടെയ്നറിലാണ് കൊണ്ടുവരുന്നത്. പക്ഷെ തിരിച്ച് 50 കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഫാമ പക്ഷേ ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നില്ല, ഫോണിലേക്ക് നോക്കുകയാണ്. അന്നേരം പത്രോസ് ചോദിക്കുന്നുണ്ട്, ഫാമയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന്. അന്നേരം ഇന്ന് കോടതിയിൽ അത്യാവശ്യമായ ഒരു കേസ് വിചാരണയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഇപ്പൊ തന്നെ പോകാൻ വൈകി. പിന്നെ പത്രോസ് വരുന്നു എന്ന് പറയുന്നുണ്ട്, ഞാൻ അല്പസമയം നീക്കി വെച്ചതാണെന്ന്. അന്നേരം ഇപ്പൊ പോവാം, പത്രോസിന് ആൻ്റപ്പന് 5 മിനിറ്റത്തെ സമയമേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയാണ്. ഇവിടെ ഒരു സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചാണ് ഈ ആൻ്റപ്പൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അന്നേരം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ 5 കോടി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമയൊന്നും അന്തം വിടുകയാണ്. 5 കോടിയോ? അത്രയും ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. നമ്മുടെ ബിസിനസ്സുകാരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കുറേ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്, പിന്നെ കുറേയൊക്കെ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നുണ്ട് അതിന്. പിന്നെ ബാക്കി ഒരു രൂപയൊക്കെ കാണും. അതാണ് ആ മാർക്കറ്റിൽ കിടന്ന് കറങ്ങുന്നത്. മൊത്തത്തിൽ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന് മുഖമടച്ച് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതാണ് അവസ്ഥ എന്നിങ്ങനെ പറയുമ്പോൾ, എന്നാൽ ഞാൻ വേറൊരു വഴി പറയാമെന്ന് ഈ പത്രോസ് പറയുകയാണ്. അന്നേരമാണ് വീൽ ചെയറിൽ രമണൻ പിള്ള ഈ രാഘവൻ നായരെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നത്. അന്നേരം രാഘവൻ നായരെ കാണുമ്പോൾ ഒരു സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, വൈദ്യൻ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കായിക വ്യായാമങ്ങളൊക്കെ ഉണ്ട്, അത് മുടക്കാറില്ല എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് വിളിക്കാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാക്കി സംസാരിക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് പോകാൻ ധൃതിയുണ്ട് കോടതിയിലേക്ക്. അന്നേരം ബാക്കി എന്താണ് പത്രോസ് പറഞ്ഞു വന്നതെന്ന് ചോദിക്കുമ്പോൾ, അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രഷറർ ഭാമയല്ലേ, അപ്പോൾ അതിലൊരു 6 കോടി രൂപ കിടപ്പുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ നിന്ന് 5 എടുത്താൽ നമുക്ക് ആൻ്റപ്പന് കൊടുക്കാമല്ലോ എന്ന് ഈ പത്രോസ് പറയുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, അത് 50 നിർധനരായ പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്താൻ വേണ്ടി NRIക്കാർ തന്ന പണമല്ലേ, അടുത്ത ആഴ്ചയാണ് വിവാഹം, അതിൽ നിന്ന് എങ്ങനെ എടുക്കാനാണ് ചോദിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച വിവാഹം എന്ന് പറയുമ്പോൾ പത്രോസ് പറയുകയാണ്, വിവാഹം അടുത്ത ആഴ്ചയല്ലേ, ഇതിപ്പോൾ ഒറ്റ ദിവസത്തെ റോളിംഗ് മതി എന്നാണ് ആൻ്റപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രാഘവൻ നായരും പിള്ളയും ഒക്കെ ശ്രദ്ധിക്കുകയാണ്. ഇതിനി ഭാമയ്ക്ക് എന്തോ പണി വരാനുള്ള വഴി തന്നെയാണ്. അതാണ് ഈ പുതിയ കഥാപാത്രവും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, അതിന് കമ്മിറ്റിയിലുള്ള 2 പേര് ഒപ്പിടണ്ടേ, എന്നാലല്ലേ ക്യാഷ് എടുക്കാൻ പറ്റുമെന്ന്. അന്നേരം പത്രോസ് പറയുകയാണ്, ഞാനും ഭാമയും ആ ട്രസ്റ്റിലെ അംഗങ്ങളല്ലേ, അപ്പോൾ നമ്മൾ ഒപ്പിട്ട പൈസ എടുത്താൽ ഒരു കുഞ്ഞു പോലും അറിയില്ല എന്ന് പത്രോസ് പറയുമ്പോൾ ആൻ്റപ്പനും അങ്ങ് സന്തോഷമാവുകയാണ്.
ഇവിടെ വരുന്നവരാരും സഹായം ചോദിച്ചു വരുന്നവരാരും വെറും കൈയോടെ പോകില്ല എന്നാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വളരെ തൊഴുത് വിനയത്തോടു കൂടി ആൻ്റപ്പൻ സംസാരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ആൻ്റപ്പൻ കുറച്ചു നേരം ഒന്ന് പുറത്തോട്ട് നിൽക്കുമോ, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അനങ്ങാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഓ അതിനെന്താ എന്ന് പറഞ്ഞ് ആൻ്റപ്പൻ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന ആൻ്റപ്പൻ്റെ ഭാവം ചെറുതായിട്ടൊന്ന് മാറുകയാണ്. ആൻ്റപ്പൻ ഇങ്ങനെ കാറുമേ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ചുറ്റുമൊക്കെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ സത്യഭാമയ്ക്ക് എന്തോ പണി കൊടുക്കാനായിട്ട് ആരോ പത്രോസിൻ്റെ കൂടെ പറഞ്ഞു വിട്ടത് തന്നെയാണ് ഈ ആൻ്റപ്പനെ. അന്നേരം അകത്ത് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് പത്രോസിനോട്, ഈ ആൻ്റപ്പൻ ആൾ എങ്ങനെയാണെന്ന്. അന്നേരം നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കേസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമോ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ അല്ല, ആൻ്റപ്പനെ കുറിച്ച് കേട്ടിട്ടുള്ളത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല എന്ന് രാഘവൻ നായർ സംശയം പറയുകയാണ്. അന്നേരം ഇല്ല വിശ്വസിക്കാം, ഞാൻ 100% ഉറപ്പ് തരുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ നോക്കിയിട്ട് ഭാമ പറയുകയാണ് ആൻ്റപ്പൻ ഇങ്ങോട്ട് വിളിക്കാൻ. തുടർന്ന് ആൻ്റപ്പനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം ആൻ്റപ്പൻ ഇങ്ങനെ തൊഴുതൊക്കെ നിൽക്കുകയാണ്. പണം ഞാൻ തരാം എന്ന് പറയുമ്പോൾ അയ്യോ വലിയ ഉപകാരം, സത്യാമ്മയെ ദൈവം അനുഗ്രഹിക്കും, എൻ്റെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്, എൻ്റെ കുടുംബത്തെ അല്ലേ രക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പാവങ്ങളുടെ ആ 5-10 കുട്ടികളുടെ കല്യാണം നടത്താനുള്ള പൈസയാണ് ഞാനെടുത്ത് മറിക്കുന്നത്, അവധി ഒരൊറ്റ ദിവസം മാത്രമാണ്, അത് ഓർത്തോളണം എന്നൊക്കെ ഇങ്ങനെ ഭാമയത്തി ഉച്ചത്തിൽ പറയുമ്പോൾ ആ കണ്ടെയ്നറിലെ സാധനങ്ങൾ മണ്ണ് തൊടുമ്പോൾ തന്നെ സത്യാമ്മയുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തിയിരിക്കും, ഒറ്റ ദിവസത്തെ സമയം പോലും വേണ്ട, ഇരുട്ടി വിളിക്കുന്ന സമയം പോലും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഭാമ അത് സമ്മതിക്കുകയാണ്. തുടർന്ന് എനിക്ക് കോടതിയിലേക്ക് പോകണം, ഞാൻ റെഡി ആവട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് അവർ പറഞ്ഞ് അവരും പോകുന്നുണ്ട്. പക്ഷേ ഈ രാഘവൻ നായർ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. ഭാമ ഇങ്ങനെ പെട്ടെന്ന് പണം കൊടുക്കാമെന്നൊരു തീരുമാനമെടുത്തതും ഇനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് രാഘവൻ നായർ. തുടർന്ന് രാഘവൻ നായർ ഭാമയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ചെയ്ത തീരുമാനം തെറ്റായതാണ്, ശരിയല്ല എന്ന്. അന്നേരം അത് 2 കാരണങ്ങളാണ്. ഒന്നാമത് പിന്നെ ആൻ്റപ്പനെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, പത്രോച്ചായനെ ഉദ്ദേശിച്ചാണ്. പിന്നെ ഈ പഠിക്കൽ സഹായം അന്വേഷിച്ച് വരുന്നവരാരും വെറും കൈയോടെ പോയിട്ടില്ല എന്ന് ഭാമ പറയുമ്പോൾ ഭാമ എന്തിനും ഒരു മുൻകരുതൽ നല്ലതാണ്, ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ, ഇന്നലെ കാണുന്നത് പോലെയല്ല ഇന്ന് കാണുന്നത് പോലെയല്ല നാളെ എന്നൊക്കെ പറയുമ്പോഴും ഭാമ ഒരു നിമിഷം ചിന്തിച്ച് വെക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കോടതിയാണ്. കോടതി മുറിയിൽ സുസ്മിതയെ കോടതിയിലേക്ക് ഹാജരാക്കുകയാണ്. സുസ്മിത കോടതിയിലെ പ്രതികൂടിലേക്ക് കയറി നിൽക്കുന്നുണ്ട്, ജഡ്ജിയും കാണിക്കുന്നുണ്ട്. അത്രേ കാണിക്കുന്നുള്ളൂ സീൻ. ഇനിയിപ്പോൾ സത്യഭാമ പുറകെ എത്തും. ഇനി ബാക്കി കോടതി വിചാരണ അർജുനാണ് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത്. തുടർന്ന് ഇനി അർജുൻ്റെ ചോദ്യങ്ങളും സുസ്മിതയുടെ ഉത്തരവും. ഇനി ഈ സമയത്ത് ഇനി രോഹിത്തിനെ കൊണ്ടുവരുമോ, കേസ് മാറ്റി വയ്ക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.